വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ചാനൽ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എവല്യൂഷണറി സിസ്റ്റം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഹ്യൂമൻ മണി ആൻഡ് ടെക്നോളജി ഇതിന് പറ്റിയിട്ട്. അതുപോലെ തന്നെ വെബ് 3ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് വെബ് 3യെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം 90 കാലഘട്ടങ്ങളിലാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു ആരംഭം കുറിക്കുന്നത്. ആ തുടക്ക സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു റീഡ് ഓൺലി വെബ് മാത്രമായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിലെ ഇൻ്റർനെറ്റിനെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ചുമ്മാ വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നുണ്ട്, ആ പുസ്തകത്തിന് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് നമുക്ക് വായിക്കുക എന്നുള്ളൊരു സാധ്യത മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് വെബ് 1 ഒരു റീഡ് ഓൺലി വെബ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ഈ ഒരു റീഡ് ഓൺലി വെബ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ളൊരു കാര്യം പോസിബിൾ അല്ല. നമുക്ക് നമ്മുടെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് സൈനപ്പ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പോസിബിൾ അല്ല. ആകെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ സെൻഡ് ചെയ്യുക എന്നുള്ളത്, അതും HTML ഫോമിൽ. ഓക്കെ, ഒരു വെബ് പേജ് നമ്മൾ പണ്ടൊക്കെ HTML ഉപയോഗിച്ചിട്ട് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പഴയ രീതി മാത്രമാണ് അതിലുണ്ടായിട്ടുള്ളത്. ഓക്കെ, കുറച്ച് ഹൈപ്പർ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ ജസ്റ്റ് കയറാമെന്ന് മാത്രം. ഓക്കെ, കൂടുതൽ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു പുസ്തകം ഡിജിറ്റലി വായിക്കുന്ന രീതി എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു PDF വായിക്കുന്ന രീതി, അത്രയാണ് ഒരു വെബ് 1 പറ്റിയിട്ട് ആദ്യഘട്ടത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും കാര്യങ്ങൾ വീണ്ടും മാറി മറിയാണ്. ഒന്നുകൂടെ നല്ല ഡെവലപ്മെൻറ്റ്സ് വന്നതോട് കൂടിയിട്ട് നമ്മൾ വെബ് 2 മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടാവും കുറേ അധികം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകളായിട്ടാണ് ആപ്ലിക്കേഷൻസിനെ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ നിന്ന് മാറിയിട്ട് നമുക്കതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൽ നമ്മുടെ ഒരു അംഗത്വം നമുക്കതിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു സൈനപ്പ് നമുക്ക് നടത്തിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനും കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് സ്റ്റാറ്റസ് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രമാത്രം ഫെസിലിറ്റീസ് വെബ് 2 വന്ന് അതിൻ്റെ പൊട്ടൻഷ്യൽ കാരണം വേൾഡ് ഒരുപാട് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളിലും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്കൊരാളെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരാളെ കാണുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്കൊരു വീഡിയോ കോൾ അവിടെ പ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ മുന്നത്തെ കണ്ടീഷൻ അങ്ങനെ ആയിരുന്നില്ല. നമുക്കൊരാളെ കാണാൻ പോയിട്ട് ജസ്റ്റ് ഒരു കത്ത് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണ്, അതിനെ മാസങ്ങളെടുക്കും അവിടേക്ക് എത്തിയിട്ട് കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയി വരാൻ. ഓക്കെ, പക്ഷേ ഇതൊരു ഇമ്മീഡിയറ്റ് ആക്ഷനാണ് നമുക്ക് തരുന്നത്. അപ്പം പെട്ടെന്നുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ പോസിബിളാണ്. അതേപോലെ തന്നെ ഈ വെബ് 2 നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി കുറച്ച് കാര്യങ്ങൾ അവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ദ പാർട്ടിസിപ്പേറ്റീവ് സോഷ്യൽ വെബ് എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത്. നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക വെബ്. ഓക്കെ, അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരു പോഡ്കാസ്റ്റിംഗ് നടത്താം, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആക്റ്റീവാണ്, ടാഗിങ് ചെയ്യുക, ബ്ലോഗ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇങ്ങനെ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, സോഷ്യൽ വെബ് കണ്ടന്റ് വോട്ടിംഗ് നടത്തുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതായത് ഈ ഒരു എൻറ്റയർ വെബ് 2 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കിലൂടെയാണ് റൺ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, മറ്റത് ഞാൻ HTML ലെവലാണ്, ഒന്നുകൂടെ ഒരു ലോ കാറ്റഗറിയാണ്. ഓക്കെ, പക്ഷേ ഇതൊന്നുകൂടെ അഡ്വാൻസ്ഡ് വേർഷനാണ്. ഈ ജാവാസ്ക്രിപ്റ്റ് കൂടെ യൂസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ, ഒരു വെബ് ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്ത് മേഖലകളിലേക്കും ഫാസ്റ്റായിട്ട് ഇതിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആസ് കമ്പയർ ടു വെബ് 1 പറ്റിയിട്ട് നമ്മൾ വെബ് 2 പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈവൻ നമുക്കൊരു സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോലും നമുക്ക് വെബ് 2 പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനൊരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിൽ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എനിക്കൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ സൈറ്റോ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അതിലുണ്ട്. ഇനി അടുത്തൊരു കേസാണ് നമ്മുടെ വെബ് 2 നിന്ന് വെബ് 3 മൈഗ്രേറ്റ് ചെയ്യുമ്പം ഈ ചിത്രത്തിൽ കുറേ അധികം അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ ഫെമിലിയർ ആയിട്ടുള്ളവർക്ക് ഓക്കെ, നോ പ്രോബ്ലം, അവർക്ക് പരിചയമുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഇതിലുണ്ട്. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു 3-4 ഇതിൽ കാണുന്നുണ്ട്. ഒന്ന് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഒരു ലോഗോ ഉണ്ട്, ഇതേറിയത്തിൻ്റെ ലോഗോ ഉണ്ട്, മെറ്റാമാസ്ക് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഈ ഓപ്പൺസീ നെറ്റ്വർക്കിൻ്റെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെബ് 3 പ്രോഗ്രാമിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്.
ഓക്കെ, ഏത് രീതിയിലൊക്കെയാണ് ഇത് പോകുക എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയും വയ്യ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെബ് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ശരിക്കും എക്സിക്യൂട്ടാണ് നടത്തുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം നടപ്പിലാക്കാൻ കൂടെ ഇതിൽ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, വെബ് 3യുടെ ഒരു പ്രത്യേകത. മറ്റൊരാൾ ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്വയം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി കൺട്രോൾ. ഒരാളുടെ കൺട്രോൾ ഇല്ലാണ്ട് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു എക്സിക്യൂഷൻ പോസിബിൾ ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വെബ് 3നെ വിളിക്കുന്നത് റീഡ് റൈറ്റ് എക്സിക്യൂട്ടീവ് വെബ് എന്നാണ്. ഓക്കെ, റീഡ് റൈറ്റ് എക്സിക്യൂട്ട് വെബ്. ഓക്കെ, നമുക്കൊരു കാര്യം വായിക്കാം, എഴുതാം, അതേപോലെ നടപ്പിലാക്കാം. ഈ ഒരു കോൺസെപ്റ്റാണ് ഇത് മെയിൻലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് മേഖലകളുണ്ട്. ഇപ്പം നമുക്കറിയാം മെറ്റാവേഴ്സ്, ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതിലുള്ള മെയിൻ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, അതായത് ഡെഫി സിസ്റ്റത്തിലൂടെ നടക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവിറ്റീസ്, പിയർ ടു പിയർ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വെബ് 3 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വെബ് 3 വന്നോട് കൂടിയിട്ട് ഇപ്പം നമുക്കറിയാം കുറേ അധികം ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് നന്നായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെലഗ്രാം, ടോൺ ബ്ലോക്ക് ചെയിൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് കുറേ വെബ് 3 ഗെയിംസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൂടെയൊക്കെ ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം ആളുകൾ ഇനി അതിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കാരണം ഒരു വെബ് 3 മൈഗ്രേഷൻ ഇപ്പോൾ ടെലഗ്രാം നല്ല രീതിയിലുള്ള റെവല്യൂഷണറി ഇനീഷ്യേഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു ഇനീഷ്യേഷൻ ടെലഗ്രാമിൻ്റെ ഭാഗത്ത് നിന്ന് ടോൺ ബ്ലോക്ക് ചെയിനിലൂടെ എടുത്തു കഴിയുമ്പം അതിലേക്ക് ഇനി ഒരുപാട് ആളുകൾ വരും. ഓക്കെ, നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൂടെ. അപ്പം ഇവിടെ നമുക്ക് ഇനിയും കുറേ അധികം ഫ്യൂച്ചേഴ്സാണ് വെബ് 3യിൽ ഉടനീളം വരാൻ കിടക്കുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് അതിനൊക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു എവല്യൂഷൻ ഓഫ് വെബ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. 90 കാലഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ഏർലി സ്റ്റേജിലുള്ള ഒരു വെബ് 2 അഡ്വാൻസ്ഡ് സ്റ്റേജ് വരെയുള്ള ഒരു കാറ്റഗറിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, ഇപ്പം 1990 തൊട്ട് 2025 വരെ നോക്കിക്കഴിഞ്ഞാൽ ചില പോയിന്റിൽ എത്തുമ്പം അവിടെ യൂസേഴ്സിന്റെ എണ്ണം ട്രില്യൺസ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, മില്യണല്ല ബില്യണല്ല ട്രില്യൺ ടൈംസ് ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ആ യൂസേഴ്സിന്റെ ഒരു എണ്ണം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആളുകൾ അതിലേക്ക് നല്ല രീതിയിൽ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഒറ്റ വാക്കിൽ നമ്മൾ വെബ് 1, വെബ് 2, വെബ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു 3 ടൈപ്പ് ഓഫ് പിക്ചേഴ്സ്. ഓക്കെ, വെബ് 1 ഉണ്ടായിരുന്നത്, വെബ് 2 ഉണ്ടായിരുന്നത്, വെബ് 3 നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെബ് 1 ജസ്റ്റ് ഒന്ന് റീഡ് ഓൺലി വെബ് മാത്രമാണത്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാന്ന് മാത്രമുള്ളൊരു കാര്യമാണ്. മറ്റേതോ വെബ് 2 റീഡ് ആൻഡ് റൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് കമന്റ് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു കാര്യങ്ങൾ അവിടെ ഒരു കോൺട്രാക്ട് നടപ്പിലാക്കാനൊക്കെ നമുക്ക് പറ്റും. മെയിൻലി നമ്മളുടെ ഈ സ്മാർട്ട് കോൺട്രാക്ട് പോലത്തെ പ്രോഗ്രാമിങ്ങിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ മുഖേന നടപ്പാകുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ സംവിധാനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം ഫെസിലിറ്റീസ് ആണ് നമുക്ക് വെബ് 3 പ്രൊവൈഡ് ചെയ്തു തരുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് ആരും പേടിക്കേണ്ട, നമുക്ക് അതിൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഒന്നും കൂടെ വെബ് 3യിൽ എന്തെല്ലാം കാര്യങ്ങൾ മെയിൻലി ഉൾപ്പെട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഞാനൊന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. എന്താണ് ആക്ച്വലി ഒരു വെബ് 3യിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെയിൻ കണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം തീർച്ചയായിട്ടും കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടത് തന്നെയുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഈ ഒരു പോയിന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് വെബ് 3യിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ് വെബ് 3 എൻ്റർ ചെയ്തപ്പം അതിൽ ഇൻബിൽട്ടായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സാധാ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ മറിച്ചാണ്, നമുക്കിവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ സിസ്റ്റംസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഡാപ്സ് എന്ന് പൊതുവെ അതിനെ വിളിക്കും. ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം ഒരു ആപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻ്റയർ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കും. പക്ഷേ അതിൽ ഉള്ള ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ആ ഒരു ഡാറ്റാബേസിന് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ആ കാര്യങ്ങൾ കിടക്കുക. ഈവൻ ഒരു സെർവർ അല്ലെങ്കിൽ ആ ഒരു സെൻട്രലൈസ്ഡ് സെർവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എന്തായി പോവാണ്, ലോസ് ആയി പോവാണ്. അപ്പം അതൊന്നും കൂടെ നമുക്കവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കേസാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ള ഒരു ടെക്നോളജി. അതിഭീകരമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത സെക്ഷനിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഇതൊരു പബ്ലിക്ലി ലിസ്റ്റഡ് ലെഡ്ജർ എന്നാണ് പൊതുവെ ബ്ലോക്ക് ചെയിൻ വിളിക്കുന്നത്. അതായത് നമുക്ക് പബ്ലിക്കിന് വിസിബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ബുക്ക്,
അതാണ് നമ്മൾ ഒറ്റ വാക്കിൽ ഒരു ബ്ലോക്ക് ചെയിനിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യങ്ങളാണ് ഒന്ന് സ്മാർട്ട് കോൺട്രാക്ട്, ദെൻ ക്രിപ്റ്റോ കറൻസി നാലാമത്തായിട്ട് വരുന്നത്. ഒരു വിർച്വൽ, അതായത് ഒരു ഡിജിറ്റൽ കോൺട്രാക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടുപേരും മാത്രമായിട്ട് ഒരു ഇടനിലക്കാരൻ്റെ സഹായമില്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് സ്മാർട്ട് കോൺട്രാക്ട്. ഓക്കെ, നാലാമതായിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയാണ്, ഒരു വിർച്വൽ കറൻസിയാണ്. എന്താണ് ക്രിപ്റ്റോ കറൻസി? ഈ നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ എടുത്ത് തന്നെ പറയും. അപ്പോൾ ക്രിപ്റ്റോ കറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വേൾഡിനെ ഒരു സിംഗിൾ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു മെത്തേഡായിട്ടാണ് ആക്ച്വലി ക്രിപ്റ്റോ കറൻസിനവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളതിൻ്റെ ഹിസ്റ്ററി, കാര്യങ്ങൾ, അതിൻ്റെ യൂസ് കേസസ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നീട് വരുന്നൊരു കാര്യമാണ് NFTs, നോൺ ഫഞ്ചിബിൾ ടോക്കൺ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വിർച്വൽ അസറ്റ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അസറ്റ് നമുക്ക് സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് ആക്ച്വലി ഒരു NFTനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ആ ഒരു കോൺട്രാക്റ്റ്, ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് മുഖേന നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അസറ്റ്. ഓക്കെ, അതാണ് ഈ ഒരു നോൺ ഫഞ്ചിബിൾ ടോക്കണോട് പറയുന്നത്. ആൻഡ് ഫൈനലി ദ മെറ്റാവേഴ്സ്, അതൊരു വിർച്വൽ വേൾഡ് ആണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, എക്സിക്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ കൃത്യമായിട്ട് ഒന്നും കൂടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വിർച്വലി നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവലായിരിക്കും. ഓക്കെ, അതാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു മെറ്റാവേഴ്സിലൂടെ കിട്ടുന്നത്. ഓപ്പൺ AI സിസ്റ്റംസ് ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് പറയുകയാണെങ്കിൽ Web3യുടെ ഒരു 6 കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരുപാട് യൂസ് കേസസ് ഉണ്ട്, പക്ഷെ മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിൽ ത്രൂ ഔട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് നല്ലൊരു സ്റ്റഡി ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ബിസിനസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ അടുത്ത വീഡിയോ കാണും വരെ താങ്ക് യു.